സാറ്റർഡേ സൺഡേ നമുക്ക് പൊതുവെ മടിയുള്ള ദിവസമാണല്ലോ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് മന്തി. ഇതാവുമ്പോൾ നമുക്ക് സവോള അരിയണ്ട, തക്കാളി അരിയണ്ട, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അങ്ങനെ ഞാനൊരു സൺഡേ നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതും അതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തു. മന്തി മസാല ഇല്ലെന്നോർത്ത് ആരും പേടിക്കേണ്ട. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഇതിലേക്ക് എല്ലാ സ്പൈസസും കൂടെ വറുത്ത് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മന്തി മസാല റെഡി. പിന്നെ ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടിയും 2 ചിക്കൻ സ്റ്റോക്കും മസ്റ്റാണ്. അത് ഉപ്പുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ റെഡ് ഫുഡ് കളർ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ അങ്ങ് മാറ്റി വെച്ചേക്കണേ, നമുക്ക് പിന്നെ ചേർക്കാനുള്ളതാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര എണ്ണ എന്തിനാ ഒഴിച്ചതെന്ന്. ഈ എണ്ണയിൽ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം മസാലയെല്ലാം പെരട്ടി നല്ല സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ, അതായത് നമ്മുടെ ഉണക്ക നാരങ്ങ, അതും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കയും ഒരു ബേ ലീഫും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ആദ്യം തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പൊ അതിന്റെ വെള്ളം എല്ലാം കൂടെ വറ്റി വരും. ആ സമയത്ത് നമ്മൾ ഇത് മൂടി വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ ഒരു 80% മതി കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ 2 സൈഡും ഇവിടെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തയ്യാറാക്കാം. അതായത് നമ്മുടെ റൈസ് വെക്കണമല്ലോ. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റോക്കും കൂടെ, അതായത് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ പൊടിച്ചിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലായിരുന്നോ ഓയിൽ, ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ലെമണും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ല ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബസ്മതി അരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി വെന്തു തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും മന്തിക്കരുത്, പെട്ടെന്ന് തന്നെ കോരി എടുത്തോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തി എല്ലാം കുളമാവും. ഈ അരി നന്നായിട്ട് ഊറ്റിയ ശേഷം നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതിന്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ ഓയിൽ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അവസാനം ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ളതാണേ. അതങ്ങ് മാറ്റി വെച്ച ശേഷം എല്ലാ റൈസും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടെ ബാക്കിയുണ്ട്. അതിനുവേണ്ടി ഒരു നാരങ്ങ, അതായത് നമ്മൾ നേരത്തെ റൈസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തില്ലേ ഒരു ഡ്രൈ ലെമൺ, അതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലും പിന്നെ കളർ, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഞാനിവിടെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടി പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും പിന്നെ റെഡ് ഫുഡ് കളറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ടേസ്റ്റ് ഒന്നും മാറില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ആ ഭംഗിക്ക് വേണ്ടി അവിടെ ഇവിടെ 2-3 പച്ചമുളകും കൂടെ കുത്തി കൊടുത്തു. പിന്നെ മന്തിക്ക് എപ്പോഴും ഒരു സ്മോക്കി സ്മെല്ല് കിട്ടുന്നത് നമ്മുടെ ചാർക്കോൾ ആണല്ലോ. അതും കൂടി അങ്ങ് വെച്ച ശേഷം കുറച്ച് ഓയിൽ അതിന്റെ മേളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ പുക വരും. ആ പുക ഒട്ടും കളയരുത്, അത് അപ്പം തന്നെ മൂടി വെച്ചോണം. ഒട്ടും പുക പുറത്ത് പോകാതെ നോക്കണം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിം വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മന്തി ഇവിടെ സെറ്റ് ആവും. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുക. മന്തി മാത്രം പോരല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും വേണ്ടേ. അതിനുവേണ്ടി മിക്സിയുടെ ചാറിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2-3 വെളുത്തുള്ളിയും പിന്നെ ഒരു സവോളയുടെ പകുതി അത് ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളകും ഒരു പിടി മല്ലിയിലയും കുറച്ച് നാരങ്ങാ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണേ അരച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ മന്തിക്കുള്ള ചട്നി ഇവിടെ റെഡിയായി കിട്ടും. അപ്പം മടിയുള്ള സമയങ്ങളിൽ 2-3 കൂട്ടം കറിയൊക്കെ വെക്കാതെ ഇതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അപ്പോൾ ഒരു വെറൈറ്റി ആവും, നിങ്ങളുടെ പണി എളുപ്പമാവും. കൂടാതെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.